വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി ഗൗരവത്തിൽ ശ്രദ്ധിച്ച് വർജിക്കേണ്ട ഒരു ദുസ്വഭാവമാണ് അസൂയ എന്നത്. വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അസൂയ 3 നിലയിലുണ്ട്. ഒരു കാര്യം 2 വിഷയത്തിൽ ജായിസാണ്. ലാ ഹസദ ഇല്ലാ ഫിസ്നൈൻ. 2 കാര്യത്തിൽ അല്ലാതെ അസൂയ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ സാങ്കേതിക അർത്ഥത്തിലുള്ള അസൂയയില്ല, ഭാഷാപരമായ ഒരു അസൂയുണ്ട്. ഏതാണത്? അതുപോലത്തെ എനിക്കും കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ചിന്ത. അതിന് അസൂയ എന്ന് ഭാഷയിൽ പറയും. അത് തന്നെ 2 കാര്യത്തിലേ പറ്റുള്ളൂ. ഒന്ന്, ഒരാൾക്ക് ഖുർആൻ മനപ്പാടുണ്ട്, അയാൾ അതനുസരിച്ചുകൊണ്ട് രാത്രി എണീറ്റ് നിസ്കരിക്കുന്നുണ്ട്. ആ ഖുർആന്റെ ഇൽമുണ്ട്, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണുണ്ട്. അപ്പോ വേറെ ആൾക്ക് ഇങ്ങനെ തോന്നുക, പഠിച്ചവനെ എനിക്കും ഇങ്ങനെ ഖുർആന് ഹിഫ്ളോ ഇൽമുണ്ടെങ്കിൽ രാത്രി എണീറ്റ് നിസ്കരിക്കായിരുന്നു, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യായിരുന്നു എന്ന് ആഗ്രഹിച്ചാൽ അത് ഭാഷയിൽ ഒരു അസൂയയാണ്. അത് കുഴപ്പമില്ല. 2ാമത്തെ അസൂയ പറ്റുന്നതാ പറയുന്നത്. ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, ആ സമ്പത്ത് അയാൾ പാവങ്ങൾക്ക് ധർമ്മം ചെയ്യുന്നു. അപ്പൊ ഇത് ദരിദ്രനായ പണം ഇല്ലാത്ത ഒരാളെങ്ങനെ ആഗ്രഹിക്കുക, എനിക്കും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കായിരുന്നു എന്ന് ചിന്തിച്ചാൽ അതും നല്ലതാണ്, അതിനും കുഴപ്പമില്ല. എന്നാൽ വേറെ 2 അസൂയുണ്ട്, അത് ഒരു കാര്യത്തിലും പറ്റൂല. ഏതാണത്? യഥാർത്ഥ അസൂയകൾ അതാണ്. ഒന്ന്, അവന്റെ നിഅമത്ത് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടണോന്ന് ആഗ്രഹിക്കുക. അതൊരു കാര്യത്തിലും പറ്റൂല. മനസ്സിലായില്ലേ? അത് ഈ 2 കാര്യത്തിലും പറ്റൂല, ഒരു കാര്യത്തിലും പറ്റൂല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിഅമത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് എനിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം വരിക, അത് യഥാർത്ഥത്തിൽ അഗ്നിയായ അസൂയയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ പുല്ലുള്ള സ്ഥലത്തേക്ക് പോത്തിനെ അഴിച്ചു വിട്ടാൽ ആ പുല്ല് എങ്ങനെ തിന്നുന്നോ അതുപോലെ അമലിനെ തിന്നുന്ന സാധനമാണ് ഈ അസൂയയുടെ അഗ്നി. അല്ലെങ്കിൽ കൂട്ടിയ വിറകിലേക്ക് തീ കൊടുത്താൽ ആ വിറക് എങ്ങനെ കരിക്കുന്നു, അങ്ങനെ ഈമാനാകുന്ന വിറകുകൊള്ളികളെ കരിച്ചു കളയുന്ന മാരക രോഗമാണ് ഈ അസൂയ. അത് ഹറാമായ അസൂയയാണ്. അത് ഒഴിവാക്കാതെ നോമ്പിലേക്ക് കടന്നിട്ട് ഒരു കാര്യമില്ല. എന്നാൽ അതിനേക്കാളും ഗൗരവമുള്ള ഒരു അസൂയ വേറെ ഉണ്ട്. അപ്പൊ അതിലൂടെയും ചർച്ചയിൽ വരാറില്ല. ഏതാണെന്നറിയോ? എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഓന് പോണം. കടുപ്പുള്ള അസൂയാണ്. മുമ്പൊരാൾ അയാളെ നാട്ടില് വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളിങ്ങനെ ഒരാഴ്ച തോരുന്നാലോ, പഠിച്ചോനെ എന്നെ നീ അയാളെ പോലെ ആക്കണേ, അയാളെ പോലെ ആക്കണേ. നോക്കുമ്പോ അയാളെ പോലെ ആകണില്ല. പിറ്റത്തെ ആഴ്ച വന്ന് ദ്വാ മാറ്റി പിടിച്ചാലോ, എന്നാ പിന്നെ അയാൾ എന്നെ പോലെ ആക്കണേ പഠിച്ചോനെ 4 പിന്നെ ദ്വാ. ഇതാണ് ഏറ്റവും ഗൗരവമുള്ള അസൂയ. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഓന് പോണം എന്നുള്ളൊരവസ്ഥ. ഇതില് വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, അത് നമ്മളും ചിന്തിക്കണം. അസൂയ ഉണ്ടെങ്കിൽ സിഹർ വേണ്ടെന്നാണ്, തട്ടുന്നാണ്. ചിലര് മനസ്സിലാക്കണ തൊട്ടതിനും കണ്ടതിനൊക്കെ കുപ്പി കുഴിച്ചിടണമെന്നാണ്. വേണ്ട. 4 ആള് നമുക്കെതിരെ മനസ്സിൽ ഈ അസൂയയും പകയും കൊണ്ടു നടന്നാൽ നമ്മുടെ കച്ചവടത്തിന് ബാധിക്കും, വണ്ടിക്ക് ബാധിക്കും, ബ്രെയിന് ബാധിക്കും, ജീവിതത്തിന്റെ അന്തസ്സിന് ബാധിക്കും. ഒരു സംശയമില്ല. പക്ഷെ ബാധിക്കൽ എങ്ങനെയാ അറിയോ? നമ്മൾ ആത്മീയ ലോകത്ത് നല്ല പവറുള്ള ആളുകളാണെങ്കിൽ കുറച്ച് സ്വീപ്പാക്കാൻ പറ്റും, ഉറപ്പാണ്. പക്ഷേ ലാസ്റ്റ് അവൻ പരാജയപ്പെടും. ആർക്കാണ് അസൂയ വെച്ചത് ഓൻ വിജയിക്കും ചെയ്യും. അതാണ്. അതിന് ആദ്യത്തെ ഉദാഹരണം ആരാണ്? ഇബ്ലീസിന്. ഇബ്ലീസിന് ആദം നബിയോട്, ഈ അസൂയയുടെ ജ്യേഷ്ഠനാണ് അഹങ്കാരം. അസൂയന്റെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ട്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ എനിക്കാണ് കിട്ടേണ്ടത്, ഓനെന്താ കിട്ടാൻ കാരണം എന്നുള്ളോട് നല്ലത് വരണ്ടേ. അപ്പൊ വലുത് ഞാൻ തന്നെയാണ്. അസൂയ അഹങ്കാരത്തിന്റെ അഞ്ജനാണ്. ഇബ്ലീസിന് അഹങ്കാരം ഉണ്ടായിരുന്നു, അസൂയ ഉണ്ടായിരുന്നു. അപ്പൊ ഇബ്ലീസിന് ഒരു ആഗ്രഹമുണ്ട്, ആദം നബിനെ സ്വർഗത്തുനിന്ന് പുറത്താക്കണം, നിഅമത്തുനിന്ന് പുറത്താക്കണം. പക്ഷെ കുറച്ച് സ്വീപ്പാക്കാൻ കഴിഞ്ഞു. കാരണം എന്താ? ആ പഴമൊന്ന് തീറ്റിച്ചു, ഓൻ ആഗ്രഹിച്ച പോലെ സ്വർഗത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തു വന്നു. പക്ഷെ ഇനി പോണ പോക്കോക്കാൻ നിങ്ങൾ ഒറ്റക്കല്ല, ഒരു വലിയ വിഭാഗത്തിനെ കൊണ്ടാ പോണത്. അപ്പൊ ഇവ മേമ്പോട്ടോക്കും ചെയ്യും. അതാണ് അസൂയന്റെ ലാസ്റ്റ് നമുക്ക് തന്നെ ആയിരിക്കും വിജയം, ഒരു സംശയം വേണ്ട. നീ 2ാമത്തെ ഉദാഹരണങ്ങൾ എടുത്തോളൂ. മഹാനരായ സയ്യിദുന നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം.
വാപ്പ ഒന്നാണ്, ഉമ്മ രണ്ടാണ്. അതുകൊണ്ട് ജ്യേഷ്ഠന്മാർക്ക് മുഴുവനും കണ്ണുകടിയായി, അസൂയായി യൂസുഫ് നബിനോട്. കാരണം വാപ്പാക്ക് പ്രത്യേക പ്രിയാണ്. അത് ഇവർക്ക് ആർജിച്ചെടുക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ഈ പൈതലിനെ വാപ്പാനോട് വഞ്ചിച്ച് ചോദിച്ചിട്ട് കൊണ്ടുപോയിട്ട് പൊട്ടങ്ങേറ്റ് കൊണ്ടുപോയിട്ട്. അസൂയ കൊണ്ട് എവിടെ കൊണ്ടുപോയിട്ടത്? പൊട്ടങ്ങറ്റില്. ബുദ്ധിമുട്ടനല്ലേ ഒരു ചെറിയ പൈതല് പൊട്ടങ്ങറ്റിലിരുന്ന കഷ്ടപ്പാടല്ലേ? അപ്പൊ കഷ്ടപ്പെടുത്താൻ കഴിയും. പക്ഷെ എന്തേ ലാസ്റ്റ് ഉണ്ടായത്? പൊട്ടങ്കറ്റിന്ന് നേരെ ബക്കറ്റിക്ക്, ബക്കറ്റിന്ന് നേരെ മാർക്കറ്റിക്ക്, മാർക്കറ്റിന്ന് നേരെ കൊട്ടാരത്തിക്ക്, കൊട്ടാരത്തിന്ന് പിന്നെയും ജയിലിക്ക്. ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ജയിലിൽ നിന്ന് പിന്നെ എവിടേക്ക് എത്തിയത്? രാജാധികാരത്തിലേക്ക്. അസൂയ കൊണ്ടാണ് പൊട്ടങ്ങറ്റ് കൊണ്ടുപോയിട്ടത്. അവിടുന്നാണ് പിന്നെ രാജാവായത്. രാജാവ് ആവണവരെ ഇവർക്ക് സുഖിക്കായിരുന്നു ജ്യേഷ്ഠന്മാർക്ക്. കാരണം പൊട്ടങ്ങന്റ് കൊണ്ടുപോയിട്ടെന്നുള്ള സമാധാനം ഒൽക്കുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താ ഉണ്ടായെന്നറിയോ? ഈ ജ്യേഷ്ഠന്മാര് മൊത്തം വന്ന് അനുജനായ യൂസുഫ് നബിന്റെ അടുത്ത്, ഇത് അഞ്ജനാന്ന് അവർക്കറിയില്ല, കാലം കുറെ ആയിട്ടുണ്ട്, ഇപ്പൊ മിസ്റിന്റെ രാജാവാണ്. എന്നിട്ട് ക്ഷാമം ബാധിച്ച ഈ ജ്യേഷ്ഠന്മാര് മുഴുവനും അഞ്ചന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം നമിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, രാജാവേ, അഞ്ജനോടായി പറയുന്നത്, മഹാരാജാവേ, അയ്യുഹൽ അസീസുൽ കരീം, മഹാനായ രാജാവേ, അൽ മലിക്കുൽ അസീസ്, മഹാനായ രാജാവേ, നിങ്ങൾ തസദ്ദഖന, ഞങ്ങൾക്ക് സ്വതക്ക തരണം. ഹദിയാന്നും കൂടിയല്ല പറയുന്നത്, സ്വതക്ക തരണം. കാരണം മസ്സന ളുർറു അഹ്ലന, ഞങ്ങളെയും കുടുംബക്കാരൊക്കെ ക്ഷാമം ബാധിച്ചിട്ടുണ്ട്, കഷ്ടപ്പാടിലാണ്, തിന്നാൻ വഴിയില്ല, കഞ്ഞി കുടിക്കാൻ മുട്ടിയിട്ടുണ്ട്, അത്താഴം മുട്ടിയിട്ട് കഷ്ടപ്പെട്ട് കിടക്കാണ്. അതുകൊണ്ട് വല്ലതും തരണേന്ന് പറയണ ആരോടാ? പഴയ കാലത്ത് അസൂയ മൂത്ത് പൊട്ടൻ കിണറ്റിൽ കൊണ്ടുപോയി തട്ടി അനുജനോടാണ് പറയുന്നത്. ലാസ്റ്റ് അവിടെയാണ്. അപ്പൊ അസൂയാലുക്കൾക്ക് കുറച്ച് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആധ്യാത്മിക സരണയിൽ ചൊല്ലിയും പറഞ്ഞും ഉറച്ചു നിൽക്കുന്ന ആളുകളെ തളർത്താൻ ഹാസിദിന് കഴിയൂല. യഥാർത്ഥത്തിൽ ഇതിന്റെ അവസാനം, ഈ കഷ്ടപ്പാടിന്റെ അവസാനം അവന്റെ കുതിച്ചു ഉയരലായിരിക്കും. കയ്യിൽ വിഭവങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം, തടുക്കാനുള്ള പരിചയം ഉണ്ടാവണം, അല്ലെങ്കിൽ തളരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പക്ഷെ അത് ആർക്കുണ്ടായോ? അതാണ് പുല്ലും കൂട്ടത്തിലേക്ക് പോത്തിന് വിട്ടതുപോലെ. സാധാരണ മദ്രസയിൽ മറ്റൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഉദാഹരണം മാറ്റി വെച്ചതാണ്. അത് തീജ്വാല, ഒരു വിറക് കൊള്ളിക്ക് തീ കൊടുക്കുന്ന പോലെ ആയിരിക്കും എന്നാണ് ഉദാഹരണം പറയാറ്. അങ്ങനെ തന്നെ ഹദീസിലുള്ളത്. ഒന്നും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവിടെ കന്നിനെ നോക്കുന്ന കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. പുല്ല് കൂട്ടിട്ട സ്ഥലത്തേക്ക് ആടിനും പോത്തിനും പറഞ്ഞയച്ച എങ്ങനെയാണ്, അങ്ങനെയാണ് ഈമാനും അമലും കൂട്ടിട്ട സ്ഥലത്തേക്ക് ഈ അസൂയാകുന്ന മൃഗത്തിനെ പറഞ്ഞയച്ച ഒക്കെ തിന്ന് തീർത്ത് കാലിയാകും. അവസാനം മരിക്കുന്ന സമയത്ത് പാപ്പരാകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ മൂന്ന് കാര്യമാണ് അസൂയയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഒന്ന് ജായിസായ അസൂയ ഉണ്ട്. അത് ഏത് വിഷയത്തിലാ? ഖുർആൻ പഠിച്ച് ഖുർആൻ മനപ്പാടാക്കി അതനുസരിച്ച് അമല് ചെയ്ത് വഅള് പറഞ്ഞ് പ്രബോധനം നടത്തി ജീവിക്കുന്ന ഒരാളെ കാണുമ്പോ എനിക്കിങ്ങനെ ആകാൻ പറ്റില്ലല്ലോ എന്ന്. അതിപ്പോ ആർക്കും ഇല്ല. ഉണ്ടോ? ഒരാളിപ്പോ രാത്രിയൊക്കെ എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, ഖുർആനൊക്കെ പഠിച്ചിക്കണേ, നമ്മളെന്താ ഓനക്ക് പോയി എന്നല്ലാതെ ആർക്കെങ്കിലും ഒരാൾക്ക് അസൂയ ഉണ്ടോ? ഇനിയിപ്പൊ അസൂയ എന്നല്ല ഇടങ്ങറില്ലല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഞാൻ ഇന്നലെ യശാണ്ട് നിസ്കരിച്ചിട്ട് ഒരു അരമണിക്കൂർ കിടന്നിട്ടുള്ളൂ. പിന്നെ സുബഹി വരെ 1000 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? എന്നെ ശരി, അത്രയും ഇറങ്ങിയിട്ടില്ലല്ലേ. നേരെ മറിച്ച് ഞങ്ങളോട് പറയാണ്, ഇന്നലെ യശാ വാങ്ങി കൊടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേ എനിക്കൊരു 30 ലക്ഷം ഉറുപ്പിക കിട്ടി. ആ കിടക്കണ വണ്ടി ഉണ്ടല്ലോ, അവിടെ വലിയ വണ്ടിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ പറയാണ്. ആ കിടക്കണ വണ്ടി ഉണ്ടല്ലോ, അതിന് 20 ലക്ഷം ഉറുപ്പിയൊക്കെ വാങ്ങിക്കൊടുന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നാസ്താക്കാൻ കഴിയൂല. ഇല്ല, നാസ്താക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല പുറത്തിറങ്ങാനും കഴിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധപ്പാട് എന്തപ്പ അയാൾക്ക് കിട്ടാൻ കാരണോ? അസൂയ എന്തായാലും നമ്മള് ദുന്യാവിന്റെ വിഷയത്തിലാണെന്ന്, ആഖിറത്തിന്റെ വിഷയത്തിലായിരുന്നെങ്കിൽ നന്നായിരുന്നു, അതൊട്ട് ഇല്ലേനു. ആഖിറത്തിന്റെ വിഷയത്തിലാണെങ്കിൽ നന്നായിരുന്നു, അതൊട്ട് ഇല്ലേനു. ഉള്ളത് മുഴുവനും ദുന്യാവിന്റെ കാര്യത്തിലാണ്. സത്യത്തിൽ നമ്മളും വളരെ അപകടാവസ്ഥയിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഡിഗ്രി കൂടിയ അസൂയ ഏതാ നിങ്ങൾ മറക്കണ്ട. അത് തലപ്പത്തുള്ള അസൂയ. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഓനിട്ട് മാരക ക്യാൻസറാണ്. തുടക്കത്തിൽ ചികിത്സിച്ചാൽ രക്ഷപ്പെടും, മൂർച്ച കൂട്ടിയാ പിന്നെ ഹലാക്കായിട്ട് അവസാനം മൗത്താവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ്.
تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മുറാഹിമീനായ അല്ലാഹുവേ, അർവാഹിയായ ലോകത്തുള്ള പ്രകാശങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റൂഹിയായ ലോകത്ത് മാരകമായി പിടിപെടുന്ന രോഗങ്ങളോ മാറാവ്യാധികളോ തന്ന് ഞങ്ങളെ ഈമാനി നശിപ്പിക്കല്ല അല്ലാഹ്. ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഹിർസ്, ഹസദ്, കിബ്ർ, റിയാ, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തിർ, വസ്വാസുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്ക്, പന്നിപ്പനി, പക്ഷിപ്പനി, എലിപ്പനി, ചിക്കൻ ഗുനിയ, കൊറോണ, ഒമിക്രോൺ പോലെയുള്ള സകല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളിൽ കുടുങ്ങി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് കെഞ്ചിയ ആളുകളുണ്ട്. കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മൂത്രക്കല്ലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഡോക്ടറെ കാണാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹ്, അതുപോലെ രോഗമുള്ള എല്ലാവർക്കും നീ സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഫലപ്രദമായ ചികിത്സയിൽ എത്തിക്കണേ അല്ലാഹ്. ബ്ലോക്കുള്ള ഒരു സഹോദരൻ ദുആക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്ലോക്കിനെ നീക്കി കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് സുഖമില്ലാത്ത വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ സദസ്സിലുണ്ട്. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രവാസികൾക്ക് സലാമത്തും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകന്മാർ, പഠിതാക്കൾ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കച്ചവടക്കാര് അല്ലാഹ്, ഇറക്കുന്ന ചരക്കുകളിലും വാങ്ങുന്ന കാശിലും കൊടുക്കുന്ന സാധനത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഗുരുവര്യന്മാരുണ്ട്, ഞങ്ങളെ കൂടെ പഠിച്ചവരുണ്ട്, ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട്, പഠിക്കുമ്പോൾ സേവിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, സന്തോഷിപ്പിച്ചവരുണ്ട്. ഖബറുകൾ സന്തോഷമാക്കണേ അല്ലാഹ്. ഭീകരമാക്കല്ല അല്ലാഹ്. പീഡനാമുറകളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. അദാബിന്റെ കേന്ദ്രമാക്കല്ല അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ കേദാരമാക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആയുസ് മുഴുവനും ആഫിയത്ത് കൊണ്ട്, ഇസ്സത്ത് കൊണ്ട് അന്തസ്സാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മിത്രങ്ങളാക്കി തരണേ അല്ലാഹ്. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രാവിലെ സമയത്ത് നിന്റെ ഖുർആനിനെ, ഹദീസിന്റെ സാരാംശമൊക്കെ കേൾക്കാൻ ഓടി വരുന്ന ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, കാരണവന്മാർ എല്ലാവർക്കും അല്ലാഹുവേ, മുതഅല്ലിമീങ്ങളടക്കം ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഇതുവഴി ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. നിന്നിലേക്ക് അടുക്കാനുള്ള വഴിയാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ്. തജാവസ് അൻ ഉമ്മതി സയ്യിദിനാ മുഹമ്മദ്. اجعلنا من خيار أمته ومن محبيه يا رب العالمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. السلام عليكم.